ഗായ്സ് ഇന്ന് നമുക്കൊരു അൺബോക്സിങ് ആയിട്ടോ. ഞാൻ കുറേ നാളുകൊണ്ട് മേടിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു 3 ഐറ്റമാണ് ഇന്ന് മേടിച്ചേക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ചതാണ്. ഓപ്പൺ ഡെലിവറി ആയതുകൊണ്ട് അവർ നമുക്ക് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ ഓപ്പൺ ചെയ്ത് എല്ലാം നോക്കി ഡാമേജ് ഒക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ തരും. അതുകൊണ്ട് പൊട്ടിച്ച് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ചെറിയൊരു മിക്സിയാണ്. അപ്പം നമ്മളിത് ഒത്തിരി ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന സാധനമല്ലേ. ഇത് അന്ന് കണ്ടപ്പം തൊട്ടേ മേടിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ചെറിയൊരു ജാറും വലിയൊരു ജാറുമാണ് ഉള്ളത്. പിന്നെ ഇതിനകത്ത് ബ്ലേഡായിട്ട് ഒരു ബ്ലേഡേ ഉള്ളൂ കേട്ടോ. രണ്ടിൽ നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ചെറുതിനകത്ത് വിടാം, വലുതിനകത്ത് വിടാം. വലുതിനകത്ത് നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റും. അതിനകത്ത് തന്നെ ഇത്ര ലിറ്ററിൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ പിന്നെ അടപ്പൊക്കെ നമുക്ക് അതിന് ഇത് അടച്ചൊക്കെ വെക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന ടൈപ്പ് നമുക്ക് അതിൽ കൂടെ തന്നെ വെച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടപ്പുണ്ട്. അതാകുമ്പോൾ ഇങ്ങനെ അടച്ചും വെക്കാം. ഇതാ തുറന്നിട്ട് നമുക്ക് അതേപോലെ തന്നെ ഡയറക്റ്റ് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ അടിച്ചിട്ട്, അപ്പോൾ ഇനി ജ്യൂസൊക്കെ അടിച്ച് ഞാൻ വിന്നിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതാ അത് 2 ജാറൊക്കെയാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു മിക്സി. ഇത് വലിപ്പം തീരെ കുറവാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സിൽവറും പിന്നെ ഈ ഒരു കളറും ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് പിന്നെ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഇത് മേടിച്ചു. ഇത് ഓണും ഓഫൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു സ്വിച്ചൊക്കെയാണ്. അങ്ങനെ ഇതിന് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ, എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഇവിടെ ഇരിക്കുന്ന മിക്സിക്കാണെങ്കിൽ എന്താ പറയുക, ജാറിന് ആ ബ്ലേഡിനൊന്നും വലിയ മൂർച്ചയില്ല. നമുക്ക് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒന്നും പൊടിച്ചൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം മേടിക്കണം എന്ന് ചോദിച്ചു. ഇതാണ് ഈ പൊടിച്ചൊക്കെ എടുക്കാൻ എളുപ്പമാണെന്നൊക്കെ ഇങ്ങനെ വീഡിയോസിനകത്ത് കണ്ടപ്പോൾ ഇത് മേടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ചാൽ കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ മേടിക്കണം. ഇതും അതേപോലെ തന്നെയാണ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇപ്പം അങ്ങ് മേടിച്ചതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് നല്ലതായിരിക്കുമോ അല്ലയോ എന്നൊക്കെ ഉള്ള ഡൗട്ട് എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി? ഇത് ടേബിളാണ്. അപ്പോൾ നമുക്കിങ്ങനെ നിവർത്തി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പിടിച്ചൊന്ന് അകത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 3 തട്ടായിട്ടുള്ളൊരു ടേബിളാണ്. ഒറ്റ തട്ടിൻ്റെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ ചെറുതാണ്, വലിയ വലിപ്പമൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ വിളക്ക് വെക്കാൻ മേടിച്ച കേട്ടോ. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ ഇരിക്കുന്നിടത്ത് നമുക്കിങ്ങനെ താഴാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതൊട്ട് ടേബിൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ മുകളിലിങ്ങനെ വെച്ച് വെക്കാം. പിന്നെ അതിനകത്തിരിക്കുന്ന ആ ഒരു ബോട്ടിൽ വർക്കൊക്കെ ഞാൻ ചെയ്തിരുന്നതായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞിന് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നതായിരുന്നു. ഇത് നമുക്ക് ഒരുപാട് ഇങ്ങനെ പൊടി കയറുന്നതുകൊണ്ട് പൊടി നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ കളറൊക്കെ ഇങ്ങനെ ഒരു മങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് അധികം വെയിറ്റ് ആ ഒരു സ്റ്റാൻഡിനകത്ത് താങ്ങത്തില്ല. ചെറിയ നമുക്ക് വെയിറ്റ് കുറഞ്ഞ ഐറ്റംസൊക്കെ വെക്കാം കേട്ടോ. പിന്നെ മേടിച്ചത് ഈ ഒരു ഐറ്റം ആയിരുന്നു, റിംഗ് ലൈറ്റ്. ഇത് മേടിക്കണമെന്ന് ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. ആ റിംഗ് ലൈറ്റിൻ്റെ ഭാഗവും സ്റ്റാൻഡും വേറെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പിന്നെ ഒരെണ്ണം മേടിച്ചു. അത്യാവശ്യമാണ്, അതുകൊണ്ട് പിന്നെ ഒരെണ്ണം മേടിച്ചു. വലുത് മേടിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ വലുത് മേടിക്കാൻ നല്ല റേറ്റ് വരുന്നതുകൊണ്ട് ചെറുത് മേടിച്ചു. ഇത് റേറ്റ് കുറവാണ്. മെറ്റീരിയൽ ക്വാളിറ്റി എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ആ റേറ്റിൽ ഓക്കെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഇട്ട് പിടിക്കുകയും തിരിക്കുകയും ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. കാരണം ഇതിന് റേറ്റ് ഇച്ചിരി അല്പം കൂടെ കൂടിയതായിരുന്നു ഞങ്ങളുടെ കയ്യിലിരുന്നത്. അതും ഇങ്ങനെ നമ്മൾ പിടിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ കയ്യിലിരുന്നത് 3 മോഡേ ഉള്ളായിരുന്നു. ഇതിനകത്ത് ആ ലൈറ്റിൻ്റെ കളർ മാറി വരുന്നത്. ഇതാണെങ്കിൽ ഒരു 12 16 കളർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം കൂടെ എനിക്ക് എണ്ണി ഓർമ്മ വരുന്നില്ല. 12 16 കളർ ഉണ്ട്. അത്രത്തോളം ഇങ്ങനെ മാറി വരും. സാധാരണ 3 കളർ വരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ പല ഷെയ്ഡ് ഇങ്ങനെ മൾട്ടി കളറായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. സംഭവം നല്ല രസമുണ്ട്. നമ്മൾ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇടുമ്പോഴത്തേക്ക് നല്ല ആ ഒരു ഭാഗമെല്ലാം നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ കത്തി ഇങ്ങനെ നിൽക്കും. ഈ ഡാൻസൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് നല്ല രസമായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു ഐറ്റമൊക്കെ ഞാൻ ഈ 3 ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഞാൻ 3 ഒരുമിച്ച് ഓർഡർ ചെയ്തെങ്കിലും പല സമയത്താണ് വന്നത്. പിന്നെ നിങ്ങളെ ഒരുമിച്ച് കാണിക്കാമെന്ന് പറഞ്ഞാണ് 3 ഒരുമിച്ച് പിന്നെ അൺബോക്സിങ്ങിൻ്റെ ഇത് കാണിച്ചത് തന്നെ കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഐറ്റംസിൻ്റെ പേരും പിന്നെ ലിങ്ക് എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരാം. പിന്നെ ആ ഒരു മിക്സിയുടെ ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഉപയോഗിച്ച് നോക്കിയാലേ അതിന് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെയും പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത് പിടിക്കാമെന്നായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.